ഹരിശ്രീ ഗണപതിയെ നമ. അവിഘ്നമസ്തു നക്ഷത്രജാലത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ ചിങ്ങമാസത്തിൽ രാശികൾക്ക് സംഭവിക്കുന്ന ചെറിയ ചെറിയ മാറ്റങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ പൂയം, ആയില്യം, മകം ഈ 3 നാളുകളാണ് പറയുന്നത്. അതിന് മുന്നേ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടണൊക്കെ അമർത്തി ഓൾ എന്നുള്ളൊരു വിഭാഗം ടച്ച് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഇടുന്ന വീഡിയോയൊക്കെ നിങ്ങൾക്ക് ആദ്യം തന്നെ ലഭിക്കും. പൂയം നക്ഷത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ജോലി പുതിയത് തേടുന്നവർക്ക് നല്ല അവസരങ്ങൾ കിട്ടാനുള്ളൊരു സാധ്യതയുണ്ട്. പക്ഷേ അത് കിട്ടിക്കഴിഞ്ഞിട്ട് ബാക്കി കാര്യം തീരുമാനിക്കുക. അത് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ നിലവിലെ ജോലി ഉപേക്ഷിക്കരുത്. നിങ്ങൾക്ക് പാരമ്പര്യമായിട്ട് കിട്ടിയ സ്വത്തൊക്കെ വിൽക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് വിജയിക്കും. അതുകൊണ്ട് തന്നെ കടബാധ്യതകളൊക്കെ വീട്ടാൻ സാധിക്കും. ബിസിനസ്സുകാർക്ക് നല്ലൊരു സമയമാണ്. ആധിപത്യം ഉറപ്പിക്കാനായിട്ട് പരസ്യങ്ങളെ ആശ്രയിക്കേണ്ടി വരാം. പുറത്ത്, അതായത് വിദേശത്തൊക്കെ കഴിയുന്നവർക്ക്, ഇപ്പം ആഘോഷത്തിനൊക്കെ നാട്ടിൽ വരാൻ ശ്രമിക്കുന്നവർക്ക് അത് സാധിക്കും. പ്രണയത്തിന് വിഘ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരിക്കാം, പക്ഷെ അതിനെ മറികടക്കുന്നതായിട്ടാണ് കാണുന്നത്. സാങ്കേതിക ജ്ഞാനം സമ്പാദിക്കാൻ അവസരമുണ്ടാകും. രാഷ്ട്രീയ മത്സരമൊക്കെ ഉണ്ടല്ലോ, പദവിയൊക്കെ നിലനിർത്താൻ സാധിക്കും അതിന്. പക്ഷേ ഒരു കുഴപ്പം കാണുന്നത്, നിങ്ങൾ വേണ്ടപ്പെട്ടവരെന്ന് നിങ്ങൾ വിശ്വസിച്ചവർ എതിരായിട്ട് നിൽക്കും നിങ്ങൾക്ക്. അതാണ് രാഷ്ട്രീയങ്ങളിൽ നിലനിർത്താൻ സഹായിക്കുമെങ്കിലും ഇവരെതിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ കുറച്ച് പ്രശ്നങ്ങളുണ്ടാവും. പക്ഷേ എന്നാൽ മാസത്തിൻ്റെ 2ാം പകുതി കഴിഞ്ഞിട്ട് നല്ല സമയമാണ്. നല്ല ഫലങ്ങളാണ് ഉണ്ടാവുന്നത്. കിടപ്പ് രോഗികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ചികിത്സ കൊടുക്കുന്നത് നല്ലൊരു കാര്യമാണ്. ആയില്യം നക്ഷത്രത്തിലാണെങ്കിൽ ഇവർക്ക് സ്വതസിദ്ധമായ കുറച്ച് കഴിവുകളുണ്ട്. അത് പ്രയോജനപ്പെടുത്താനുള്ള സന്ദർഭമാണിത്. പ്രൈവറ്റായി ജോലി ചെയ്യുന്നവരാണെങ്കിൽ ശമ്പള വർധനവ്, ജോലിയിൽ സ്ഥാനം കയറ്റമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കുടുംബത്തിൽ അത്രയ്ക്ക് നല്ലൊരു സമയം ആയിരിക്കില്ല, തൃപ്തിയാണുള്ളൊരു സമയമല്ല. അതുകൊണ്ട് തന്നെ സമാധാനത്തിൻ്റെ പാത സ്വീകരിക്കുന്നതാണ് നല്ലത്. കുറേ നാളുകളായിട്ട് നിങ്ങൾ വസ്തു വിൽക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആവശ്യക്കാരുണ്ടാവും ഈ ഒരു സമയത്ത്. കലാകാരന്മാർക്കൊക്കെ അവസരങ്ങളുള്ളൊരു സമയമാണ്. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ശത്രുക്കൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. മാസം പകുതി കഴിയുമ്പോൾ നിങ്ങൾക്ക് നല്ലൊരു സമയമാണ്. ഗുണാനുഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വായ്പയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ പരിഗണിക്കപ്പെടും. അപേക്ഷ വെച്ചിട്ടുണ്ടെങ്കിൽ വീട് ലഭിക്കാനുള്ള ആലോചനയൊക്കെ പുരോഗതി ഉണ്ടാകും, കുറച്ചും കൂടി വേഗത്തിലാക്കും. ഇനി മക നക്ഷത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ജന്മത്തിലും 2ാം ഭാവത്തിൽ ആദിത്യൻ പാപഗ്രഹ യോഗത്തോടെ സഞ്ചരിക്കുന്നത് കൊണ്ട് തന്നെ പുരോഗതിയൊക്കെ തടസ്സപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കാര്യനിർവഹണത്തിന് പരാശ്രയം ആവശ്യമായി വരുന്നതാണ്. മറ്റുള്ളവരെ ആശ്രയിക്കണം. നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് എന്തെങ്കിലും തരത്തിലുള്ള ഇടപെടലുകളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സർക്കാരിൻ്റെ ആലോചനാശൂന്യമായ തീരുമാനങ്ങൾ ഒരിക്കലും എടുക്കരുത്. സാമ്പത്തികമായി കുറച്ചൊക്കെ നല്ലൊരു സമയം വരും. ഈ ഒരു സമയത്ത് അതിനുള്ള സാധ്യത കാണുന്നുണ്ട്. അതായത് മുൻകാല കുടിശ്ശിക ഒക്കെ ജോലിയിൽ നിന്ന് പിരിഞ്ഞവർക്ക് കിട്ടാനുള്ള ആനുകൂല്യമൊക്കെ കിട്ടാതൊക്കെ ഉണ്ടെങ്കിൽ അത് കിട്ടും. വീട് വയ്ക്കുന്നതിനുള്ള പ്ലാനൊക്കെ തയ്യാറാക്കും. മകൾ
ജോലി ചെയ്യുന്ന ദൂരസ്ഥലത്താണെങ്കിൽ ചിലപ്പോൾ അവിടെ പോയി താമസിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവും. ഒരു കാര്യമേ പറയാനുള്ളൂ, ദേഷ്യം നിയന്ത്രിക്കുക. അത് ആപത്ത് വരുത്തി വയ്ക്കും. ആപത്ത് ഉണ്ടാക്കാനുള്ള സാധ്യത ഉള്ളതുകൊണ്ടാണ് ദേഷ്യം നിയന്ത്രിക്കുക എന്ന് പറഞ്ഞത്. ആരോഗ്യം നന്നായി ശ്രദ്ധിക്കുക. ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. മറ്റൊരു വീഡിയോയുമായി കാണുന്നവർക്ക് നന്ദി, നമസ്കാരം.